നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുവന് വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് അവനിൽ വിശ്വാസം വരുന്നത്? അതായത് ദൈവവിശ്വാസം. ഇത് തനിയെ ഉണ്ടാകുന്നതാണോ അതോ ആരെങ്കിലും അവനിൽ അങ്കുരിപ്പിക്കുന്നതാണോ? പലരും പറയും, ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്താലാണ് എനിക്ക് ദൈവം കൃപ നൽകുന്നത്, എന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്, എനിക്ക് വിജയം നൽകുന്നത്, സമൃദ്ധി നൽകുന്നത്. എന്നാൽ ഇങ്ങനെ പറയുന്നവർ ഒരു കാര്യം വിസ്മരിക്കുന്നു. ആദിയിൽ ദൈവം എന്ന കാര്യം. ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വം കൊണ്ട് ദൈവം നിറച്ചിരിക്കുകയാണ്. സർവ്വസൃഷ്ടികളും ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് ദർശിക്കുന്നത്. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ സ്നേഹവാനാണ്, കാരുണ്യവാനാണ്, പരിശുദ്ധനാണ്, മരണമില്ലാത്തവനാണ്. അവൻ സന്തോഷം നൽകുന്നവനാണ്. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അവൻ നമ്മെ എത്രമാത്രം സ്നേഹിച്ചുവോ അതിൻ്റെ തെളിവാണ് യേശുക്രിസ്തുവിൽ നാം കണ്ടത്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ 1 John chapter 4 verse 19 പറയുന്നു, We love him because he first loved us. അവൻ ആദ്യമേ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം അവനെ സ്നേഹിക്കുന്നത്. ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. ദൈവകൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപയാണ് വിശ്വാസം നമ്മിൽ അങ്കുരിപ്പിക്കുന്നത്. ഈ വിശ്വാസത്തെ നാം വളർത്തിക്കൊണ്ടുവരണം. വിശുദ്ധ ബൈബിൾ പറയുന്നു ഇൻ റോമൻസ് 12 verse 2, ദൈവം ഓരോരുവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ എന്ന്. നമ്മിൽ ദൈവം നൽകിയിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ അളവ്, അത് ദൈവം നമുക്ക് പങ്കിട്ട് നൽകിയതാണ്. ദൈവകൃപയാണ് അതിനാധാരം. ഇത് നാം വളർത്തിക്കൊണ്ടുവരണം. ഈ വിശ്വാസം വളർന്നു വരുവാൻ അതിന് തക്ക സാഹചര്യമാണ് ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ, ഈ സൃഷ്ടികളെ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവം എത്രമാത്രം കൃപയുള്ളവനാണ്, എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. ഇതെല്ലാം നാം വിചിന്തനം ചെയ്യുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ, നാം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ വിശ്വാസം വളരുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആർക്കെങ്കിലും ദൈവത്തിൽ വിശ്വാസമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവകൃപ നിരസിക്കുന്നു എന്നാണ്. ദൈവകൃപ നിരസിച്ചവന് മാത്രമേ അവിശ്വാസിയായിരിക്കുവാൻ പറ്റുകയുള്ളൂ. ഈ അവിശ്വാസം പല രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ 2 കഥാപാത്രങ്ങളുണ്ട്, അബ്രഹാമും സാറയും. നമുക്ക് ഇന്ന് അവരെ പറ്റി പഠിക്കാം. എന്താണ് അവർ അവിശ്വസിച്ചത് എന്ന്. അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്നു സാറ. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നത് തൻ്റെ പിതൃദേശത്ത് നിന്നായിരുന്നു. അതായത് കൽദയരുടെ നാടായ ഊരിൽ നിന്ന്. ഇന്നത്തെ ഇറാഖിൻ്റെ പ്രദേശങ്ങളായിരുന്നു. ദൈവകൃപയാണ് അബ്രഹാമിനെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചത്. ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം അബ്രഹാമിൽ കൂടെ നിവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു.
നാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നതായി നാം കാണുന്നു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം കേട്ടപ്പോൾ അബ്രഹാം ഒന്ന് ഞെട്ടിക്കാണും. കാരണം അന്ന് അബ്രഹാമിന് 75 വയസ്സുണ്ട്, മക്കളില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് ഈ ദൈവം പറയുന്നത്? അബ്രഹാം ചിന്തിച്ചു. ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അന്ന് അബ്രാമിൻ്റെ പേര് അബ്രാം എന്ന് മാത്രമായിരുന്നു. അബ്രാം എന്ന വാക്കിൻ്റെ അർത്ഥം എക്സോൾട്ടഡ് ഫാദർ എന്നാണ്. കുലീനനായ പിതാവ്. പിതാവ് എന്ന വാക്ക് ആ പേരിൽ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. അബ്രഹാമിനെ ദൈവം ഒന്നുകൂടെ ഉറപ്പിക്കുന്നത് നാം കാണുന്നു 15-ാം അധ്യായത്തിൽ. അബ്രഹാമിന് സംശയമുണ്ടായിരുന്നു, ഇനി തൻ്റെ വീട്ടിലുള്ള ഡമാസ്കസുകാരനായ എലിയാസാറിൻ്റെ മകനിൽ കൂടെയാണോ ഇനിയും ഈ വലിയ ജാതി ഉണ്ടാകാൻ പോകുന്നത്? പക്ഷേ ആ സംശയം ഇവിടെ ദൈവം മാറ്റിക്കൊടുക്കുന്നു. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ഡമാസ്കസുകാരനായ ഈ എലിയാസാർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു. അതിന് യഹോവ, അവൻ നിൻ്റെ അവകാശിയാകയില്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് അബ്രഹാമിന് ഉറപ്പിച്ചു കൊടുക്കുവാൻ അബ്രഹാമിനെ ദൈവം പുറത്തു കൊണ്ടുചെന്നു. യഹോവ അവനെ പുറത്തു കൊണ്ടുചെന്നു. നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തൻ്റെ സൃഷ്ടികളെ കാണിച്ചു കൊടുക്കുകയാണ്. നീ ആകാശത്തേക്ക് നോക്കുക. എന്താണ് അവിടെ കാണുന്നത്? അസംഖ്യം നക്ഷത്രങ്ങൾ. നിനക്കത് എണ്ണുവാൻ പോലും കഴിയുകയില്ല. എൻ്റെ സൃഷ്ടികളെ നോക്കി നീ നിൻ്റെ വിശ്വാസം ഉറപ്പിക്കുക. തുടർന്ന് 17-ാം അധ്യായത്തിൽ നാം വീണ്ടും യഹോവയുടെ അരുളപ്പാട് അബ്രഹാമിനുണ്ടാകുന്നതായി കാണുന്നു. ഈ സമയമായപ്പോഴേക്കും യഹോവയുടെ അരുളപ്പാടിന് നിവൃത്തിയായില്ല. നീണ്ട 25 വർഷങ്ങളാണ് കടന്നുപോയത്. ഇപ്പോൾ അബ്രഹാമിന് 99 വയസ്സായി. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാവുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. യഹോവ അവനോട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേർ അബ്രഹാം എന്നായിരിക്കണം.
അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം ഫാദർ ഓഫ് മെനി നേഷൻസ് എന്നാണ്, ബഹുജാതികളുടെ പിതാവ്. അപ്പോൾ പേര് മാറ്റി കർത്താവ് ഈ 99-ാമത്തെ വയസ്സിൽ. അതുപോലെ വീണ്ടും ഈ അബ്രഹാമിനെ ഉറപ്പിക്കുന്നതാണ് നാം കാണുന്നത്. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. പിന്നെ ഈ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ ഇനി സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം. ഇവിടെ സാറായി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിൻസസ് എന്നാണ്. അത് ആ ഹൗസ് ഹോൾഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വീട്ടിലെ മാത്രം പ്രിൻസസ് അല്ല, സകല ജാതികളിലും വെച്ച് ബഹുജാതികൾക്ക് മാതാവായിരിക്കുവാൻ തക്കവണ്ണം ഒരു മാട്രിയാർക്ക്, ആ പ്രിൻസസ് എന്ന പദവിയിലേക്കാണ് ദൈവം ഇപ്പോൾ സാറായിയെ മാറ്റിയിരിക്കുന്നത്. അവളുടെ പേർ സാറ എന്നായിരിക്കണം. അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതിയുള്ള രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. ഇതൊക്കെയും പറയുക, ഈ അബ്രഹാം വിചാരിക്കുകയാണ്, എനിക്ക് 75 വയസ്സുള്ളപ്പോൾ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ 25 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഈ 99 വയസ്സുള്ളപ്പോൾ വീണ്ടും പറയുകയാണ് ദൈവം. കവിണ്ണ് വീണ് ചിരിക്കാതെ അബ്രഹാം എന്ത് ചെയ്യും? 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഈ കവിണ്ണ് വീണ് ചിരിക്കാൻ കാരണം ഇതാണ്, തൻ്റെ ഹൃദയത്തിൽ ഈ നിരൂപണങ്ങളെല്ലാം ഉണ്ടാകുകയാണ്. യഹോവ അവിടെ നിന്നില്ല, പിന്നെയും അബ്രഹാമിനെ സന്ദർശിക്കുകയാണ്. 18-ാം അധ്യായത്തിൽ, അനന്തരം യഹോവ അബ്രഹാമിന് മെമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. നിലം വരെ കുനിഞ്ഞു, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. ഞാൻ ഒരു മുറി അപ്പം കൊണ്ടു തരാം, വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച ഒരു ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ച് നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അബ്രഹാമിനോട്, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന്, കൂടാരത്തിലുണ്ട് എന്നവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാമിനോട് ഈ വന്ന ദൂതൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ പറഞ്ഞത്, ഈ
സാറ തൻ്റെ പുറകിൽ നിന്ന് കേട്ടു. സാറ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കൂടാരത്തിനകത്തുണ്ട്. പക്ഷേ അബ്രഹാമിനോട് ഈ പുരുഷൻ സംസാരിക്കുന്നത് സാറ കേൾക്കുകയായിരുന്നു. അവൾ ഹൃദയത്തിൽ പറയുകയാണ്, വൃദ്ധയായിരിക്കുന്ന എനിക്ക് എങ്ങനെയാണ് സന്തതി ഉണ്ടാകുന്നത്? സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അത് സാറയുടെ ചിരി പുറത്ത് കേട്ടില്ല, ഉറക്കെയല്ല ചിരിച്ചത്, ഉള്ളുകൊണ്ട് ചിരിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ ചിരി ആ ദൈവം മനസ്സിലാക്കി. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? സാറ ഹൃദയത്തിൽ നിരൂപിച്ചതും ഉള്ളിൽ ചിരിച്ചതുമെല്ലാം ഈ പുരുഷൻ അറിഞ്ഞു. വെളിയിൽ കേട്ടില്ല സാറ ചിരിച്ചത്, പക്ഷേ ദൈവം അതറിഞ്ഞു. അവൾ നിരൂപിച്ചതും അബ്രഹാമിനോട് അങ്ങോട്ട് പറഞ്ഞു. ഞാനതൊന്നുകൂടെ വായിക്കാം. വേഴ്സ് 13. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറായിക്ക് ഒരു മകനുണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയും എല്ലാം അറിയുന്ന ദൈവം പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? ആ ഒരു വലിയ കാര്യമാണ് ദൈവത്തിന് തൻ്റെ ജനത്തോട് പറയുവാനുള്ളത്. ദൈവത്താൽ അസാധ്യമായത് എന്താണുള്ളത്? യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? സാറ ഭയന്നുപോയി. എൻ്റെ മനസ്സിലെ നിരൂപണങ്ങൾ പോലും അറിഞ്ഞ ഈ ദൈവം. ഒടുവിൽ സാറ പറയുകയാണ്, ഇല്ല, ഞാൻ ചിരിച്ചില്ല. ദൈവം പറഞ്ഞു, നീ ചിരിച്ചു. നിനക്ക് ഞാൻ ഒരു ചിരിയെ തരും. അത് ദൈവം ഓർത്തു. സാറ ചിരിച്ചിട്ടും ചിരിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഒരു ചിരി ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. വിശ്വാസമില്ലായ്മയിൽ നിന്ന് വന്ന സാറായുടെ ആ ചിരി സന്തോഷത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ചിരിയാക്കി ദൈവം മാറ്റി. 21-ാം അധ്യായത്തിൽ അതാണ് നാം കാണുന്നത്. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. തൻ്റെ മകനായ ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു. സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? കാരണം അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും സാറ പറഞ്ഞു. സംഭവിക്കില്ല എന്ന് കരുതിയതാണ് ദൈവം അവർക്ക് നിവർത്തിച്ചു കൊടുത്തത്. അവിശ്വാസത്തിൽ സാറ ചിരിച്ചപ്പോൾ, അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചപ്പോൾ അവർക്ക് ദൈവം ഒരു ചിരിയെ കൊടുത്തു. ഇസ്ഹാക്ക് എന്നാണ് ആ മകൻ്റെ പേര്. ഇസ്ഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ചിരി എന്നാണ്. അവരുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബേബി ലാഫ്റ്റർ. കേൾക്കുന്നവരെല്ലാം അവരെ ഓർത്ത് സന്തോഷിക്കുകയാണ്, ചിരിക്കുകയാണ്. ആ ചിരി സന്തോഷത്തിൻ്റെ ചിരിയാണ്, അത്ഭുതത്തിൻ്റെ ചിരിയാണ്. എല്ലാവർക്കും സന്തോഷമുണ്ടാവുമാറ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവർ സംശയിച്ചപ്പോഴെല്ലാം ദൈവം പടിപടിയായി അവർക്ക് വാഗ്ദത്തങ്ങൾ നൽകുകയായിരുന്നു. ആ വാഗ്ദത്തങ്ങളിൽ അവരുടെ വിശ്വാസം വളർത്തണമായിരുന്നു. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത് ആ വാഗ്ദത്തങ്ങളിൽ നമ്മുടെ വിശ്വാസം ഊന്നി അത് വളർത്തിക്കൊണ്ടുവരുവാനാണ്. തൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാതെ അവിശ്വാസത്താൽ ചിരിച്ചു തള്ളുന്നത്
ദൈവത്തിന് ഇഷ്ടമല്ല, അത് ശരിയല്ല. കാരണം ദേ ആർ പ്രഷ്യസ് പ്രോമിസസ്. നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ, നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പക്കൽ ഒരു ചോദ്യമുണ്ട്. അതെന്താണ് ആ ചോദ്യം? ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഏത് കാര്യമാണ് യഹോവയ്ക്ക് പ്രയാസമായിട്ടുള്ളത്? ഒരു കാര്യവുമില്ല. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തതായി, അല്ലെങ്കിൽ ദൈവത്തിന് നിവർത്തിക്കുവാൻ കഴിയുന്നതിലും വലുതായി, അല്ലെങ്കിൽ പ്രയാസമേറിയതായി എന്തെങ്കിലും ഉണ്ടോ? നാം പലപ്പോഴും നമ്മെ തന്നെയും നമ്മുടെ പരിമിതികളെയുമാണ് നോക്കുന്നത്. പക്ഷേ നാം നോക്കേണ്ടത് എപ്പോഴും ദൈവത്തെയും ദൈവത്തിൻ്റെ കഴിവുകളെയുമാണ്. സാറ അവിശ്വാസം കൊണ്ട് ചിരിച്ചപ്പോൾ അവളോട് തന്നെ പറയുകയായിരുന്നു, അവൾ എത്രമാത്രം വയസ്സ് ചെന്നവളാണ്, അവൾക്ക് പുത്രോൽപാദനത്തിന് ശക്തിയില്ല എന്ന് അവൾ ഉറപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് സന്തോഷത്താൽ സാറ ചിരിച്ചപ്പോൾ അവൾ ആദ്യം പരാമർശിച്ചത് ദൈവത്തെയാണ്. എന്താണ് അവൾ പറഞ്ഞത്? അത് ആറാം വാക്യത്തിൽ നാം അതാണ് വായിച്ചത്. ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. God has brought me laughter. സന്തോഷത്തിൻ്റെ ചിരിയാണത്. ആര് കേട്ടാലും അവർക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്. അവർ സന്തോഷിച്ച് അവർ ഉല്ലസിക്കും, ദൈവസന്നിധിയിൽ അവർ ചിരിക്കും. ഇത് പരിഹാസത്തിൻ്റെ ചിരിയല്ല, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, നന്ദിയുടെ ചിരിയാണ്. കേൾക്കുന്നവരെല്ലാം സന്തോഷിക്കും. അവരെല്ലാം ദൈവം ചെയ്ത നന്മയോർത്ത് സന്തോഷിച്ച് അവർക്കത് ചിരിക്കുവാൻ, സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ എന്നവർ ഓർക്കും. God has brought me laughter. തൻ്റേതായ പരിമിതികളിൽ നിന്നും കണ്ണുമാറ്റി ദൈവത്തിൻ്റെ അതിരില്ലാത്ത സാധ്യതകളിലേക്ക് നോക്കിയപ്പോൾ അവൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം വിശ്വസിച്ചു. ദൈവത്തെ നോക്കിയപ്പോൾ അവൾക്ക് അസാധ്യമായിരുന്നത് സാധ്യമായി. പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്കും ബാധകമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ്. നമ്മുടെ പരിമിതികളെ അല്ല നാം നോക്കേണ്ടത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് എക്കാലത്തേക്കുമുള്ളതാണ്. അത് പ്രഷ്യസാണ്, അതിന് മാറ്റമില്ല. കാരണം അത് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ദൈവമാണ്. ആ വാഗ്ദത്തങ്ങളിൽ നാം നമ്മുടെ വിശ്വാസം വളർത്തിക്കൊണ്ടുവരണം. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് പലതും നാം വിശ്വസിക്കുകയില്ല. ആ അവിശ്വാസം ദൈവത്തിന് മുമ്പാകെ നാം സമ്മതിക്കണം. അല്ലാതെ ദൈവമാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സാറ ഞാൻ ചിരിച്ചില്ല എന്ന് കള്ള പറഞ്ഞതുപോലെ ദൈവത്തെ മണ്ടനാക്കുവാൻ നാം ശ്രമിക്കരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസമില്ലായ്മയിൽ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ വിശ്വാസക്കുറവിൽ തുണയ്ക്കണമേ, വിശ്വാസത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ എന്ന്. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ വിശ്വാസമില്ലായ്മയിലും സംഭവിക്കുമ്പോൾ നമ്മിലുള്ള വിശ്വാസം വളർത്തുവാൻ നാം ശ്രദ്ധിക്കണം. അത് വളരുകയും ചെയ്യും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ വിശ്വാസത്താൽ ലഭിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം നാം ഉറപ്പിക്കേണ്ടത് ദൈവവാഗ്ദത്തങ്ങളുടെ പുറത്തായിരിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന വാക്യം നമുക്കറിയാം. അതുപോലെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു എന്ന വാക്യവും നമുക്കറിയാം. ഇവിടെ
നമ്മുടെ വിശ്വാസത്താലാണ് വീണ്ടും ജനനം സാധ്യമാകുന്നതെങ്കിലും ഇതിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയും ശക്തിയുമാണ്. ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് പവർ ദാറ്റ് മേക്ക് എ ന്യൂ ചൈൽഡ് ഓഫ് ഗോഡ്. അല്ലാതെ നമ്മുടെ നല്ല നടപ്പ് കൊണ്ടോ നല്ല സ്വഭാവം കൊണ്ടോ നമ്മുടെ ദൈവഭക്തി കൊണ്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ്. അബ്രഹാമിൻ്റെയും സാറായുടെയും വിശ്വാസം ദൈവം അവരെ ശ്രദ്ധിക്കുവാൻ തക്ക വിധം വലുതായിരുന്നില്ല, ശ്രേഷ്ഠമായിരുന്നില്ല. They didn't have a faith worth looking at. മറിച്ച് അവരിൽ വിശ്വാസം രൂഢമൂലമാകുന്നത് വരെ ദൈവകൃപ അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വിശ്വാസം മേൽക്കുമേൽ വളർന്നു വരുമാറ് അവർക്ക് തൻ്റെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ദൈവം വർഷിപ്പിച്ചു കൊടുത്തു. അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമ്മെ ഒരിക്കൽ ദൈവം തൻ്റെ കൃപയാൽ മാറ്റുമ്പോൾ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന തലത്തിലേക്ക് ആ വിശ്വാസത്താൽ നാം എത്തിച്ചേരുന്നു. എന്താണ് ഈ തലം? ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന അവസ്ഥയാണത്. അതാണ്, ആ ടൈറ്റിലാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. 2 Chronicles 20:7, അതുപോലെ ഐശായ ചാപ്റ്റർ 41:8, ജെയിംസ് ചാപ്റ്റർ 2:23. ഇവിടെയെല്ലാം നമുക്ക് അബ്രഹാമിനെ എൻ്റെ സ്നേഹിതൻ എന്ന് ദൈവം വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റോമൻസ് ചാപ്റ്റർ 4:19-21. ഇവിടെ അബ്രഹാമിന് ദൈവം തൻ്റെ ലംഘനങ്ങൾ, തൻ്റെ പാളിച്ചകൾ, വിശ്വാസത്തിലുള്ള തൻ്റെ വീഴ്ചകൾ കണക്കിട്ടില്ല എന്ന് കാണുവാൻ കഴിയും. നമുക്ക് വായിക്കാം. റോമൻസ് 4:19-21. അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. ഇവിടെ ഒരു ട്രാൻസാക്ഷനാണ് നടന്നത്. അബ്രഹാമിൻ്റെ അക്കൗണ്ടിലേക്ക് ദൈവം അവൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ വിശ്വാസവും എല്ലാം എഴുതി ചേർത്തു, കണക്കിട്ടു. പക്ഷെ അവൻ്റെ വിശ്വാസത്തിൽ വന്ന പാളിച്ചകൾ കണക്കിട്ടില്ല. കാരണം അവൻ ആ തലത്തിലേക്ക് ഉയർന്നുപോയി, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന തലത്തിലേക്ക്, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്, ആ ഒരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് without weakening in his faith, Abraham faced the fact that his body was as good as dead, since he was about 100 years old, and that Sarah's womb was also dead. Yet he did not waver through unbelief regarding the promise of God, but was strengthened in his faith and gave glory to God, being fully persuaded that God had power to do what he had promised. This is why it was credited to him as righteousness. ഇത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു എന്നാണ് നാം കാണുന്നത്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന ഈ സാറ പുതിയ നിയമത്തിലെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കുക. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ
അവിടെയാണ് അവളുടെ പേർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. തന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ അവൾ വിശ്വസ്തനെന്ന് എണ്ണി. സേറ കൺസിഡേർഡ് ഗോഡ് ഫെയ്ത്ത്ഫുൾ. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല, ദൈവകൃപയാലാണ് ഇത് സംഭവിച്ചത്. ദൈവവാഗ്ദത്തം സാറയുടെ ഉള്ളിൽ വേരുറപ്പിച്ച് ജീവനുള്ള വിശ്വാസമായി വളർന്നു വലുതായി. അവളുടെ ഹൃദയത്തിൽ വളർന്നു വന്ന വിശ്വാസത്തോടൊപ്പം അവളുടെ ഗർഭപാത്രത്തിൽ ഇസ്ഹാക്ക് എന്ന ചിരിയും വളരുകയാണ് ഉണ്ടായത്. ഇന്ന് സാറായെ ദൈവം കാണുന്നത് വൺ ഓഫ് ഹിസ് ഹീറോസ് ഓഫ് ഫെയ്ത്ത് ആയിട്ടാണ്. അല്ലാതെ മറഞ്ഞിരിക്കുന്നവളും സംശയത്തോടെ ചിരിക്കുന്നവളുമായിട്ടല്ല. ഇന്നവൾ മറഞ്ഞിരിക്കുന്നില്ല, അവൾ പ്രസിദ്ധയാണ്. വിശ്വാസവീരന്മാരുടെ പട്ടികയിലാണ് അവൾ ഉള്ളത്. അവളുടെ സന്തതി പരമ്പരകളിൽ നിന്നാണ് അവസാനമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. എത്രമാത്രം ശ്രേഷ്ഠയായിരുന്നു അവൾ! ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം ഒരിക്കലും അവിശ്വസിക്കുവാൻ പാടില്ല. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് ആർക്കെങ്കിലും വിശ്വസിക്കാമോ? പക്ഷേ നാം അത് വിശ്വസിച്ചു. അവൻ കാൽവറി ക്രൂശിൽ മരിച്ച് കബറടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ ആ വാഗ്ദത്തം, അല്ലെങ്കിൽ ആ വചനം, ഇത് നിവൃത്തിയായി. ആർക്കും വിശ്വസിക്കുവാൻ പറ്റില്ലായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. അത് സംഭവിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ ഒന്നും നാം അവിശ്വസിക്കുവാൻ പാടില്ല. നാം വിശ്വാസ കണ്ണാൽ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരണം. കാണുന്നു ഞാൻ വിശ്വാസത്തിൻ കണ്ണുകളാൽ എൻ സ്വർഗീയ ഭവനം, ആകാശഗോളഗണങ്ങൾക്കപ്പുറം സിയോൻ നഗരിയതിൽ. വെറുമൊരു ശ്വാസം മാത്രമാകും ഞാൻ, ഒരു നാൾ മണ്ണോടു മണ്ണായി മറഞ്ഞു പോയിടും. മേഘാരൂഢനായി മമമണാളൻ വരുമ്പോൾ എന്നെയും ഉയർപ്പിക്കും, എത്തിക്കും എൻ സ്വർഗീയ വീട്ടിൽ. കാനാനിലേക്കു കൽദേരിന്നൂര് വിട്ട് അബ്രാം യാത്ര ചെയ്തപ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഞാനും ദിനവും മുന്നേറുന്നു. ബാബേൽ പ്രവാസത്തിൽ യെരൂശലേം സ്വന്ത പാർപ്പിടത്തിൽ ജനൽ തുറന്നു പ്രാർത്ഥിച്ച ദാനിയേൽ പോൽ പ്രത്യാശിക്കുന്നു ഞാനും. വെറുമൊരു ശ്വാസം മാത്രമാകും ഞാൻ, ഒരു നാൾ മണ്ണോടു മണ്ണായി മറഞ്ഞു പോയിടും. മേഘാരൂഢനായി മമമണാളൻ വരുമ്പോൾ എന്നെയും ഉയർപ്പിക്കും, എത്തിക്കും എൻ സ്വർഗീയ വീട്ടിൽ. പൊത്തിഫേറിൻ ഭാര്യയിൻ പ്രലോഭനത്തിൽ വീഴാതെ നിന്നവനാ യോസേഫിനെ പോൽ എൻ വിശുദ്ധിയെയും ദിനവും ഞാൻ കാത്തിടുന്നു. ബേഥാന്യയിൽ മരിച്ചു 4 ദിനമായി ജീർണിച്ച ലാസറിനെ പേർ വിളിച്ചുയർപ്പിച്ച എൻ്റെ പ്രിയൻ എൻ പേരും വിളിച്ചിടും. വെറുമൊരു ശ്വാസം മാത്രമാ
എന്നെയും ഉയർപ്പിക്കും, എത്തിക്കും എൻ സ്വർഗീയ വീട്ടിൽ. പത്മോസിൽ തടവിൽ ലേഖനായി തീർന്ന യോഹന്നാൻ ദർശിച്ചതാ സ്വർഗനാടിനെ ഞാൻ സ്വന്തം കണ്ണുകളാൽ കാണുമ്പോൾ എന്താനന്ദം. ആയിരം ആയിരം വിശുദ്ധരോടൊത്തു ഞാൻ യേശുമാണാളൻ മുന്നിൽ എത്തുമ്പോൾ എന്നെ മാറോടണച്ചു എൻ പ്രിയനാശ്ലേഷിക്കും. വെറുമൊരു ശ്വാസം മാത്രമാകും ഞാൻ, ഒരു നാൾ മണ്ണോടു മണ്ണായി മറഞ്ഞു പോയിടും. മേഘാരൂഢനായി മാമാണാളൻ വരുമ്പോൾ എന്നെയും ഉയർപ്പിക്കും, എത്തിക്കും എൻ സ്വർഗീയ വീട്ടിൽ. കർത്താവിൽ മൃതരാം വിശുദ്ധരാം പ്രിയരെ കർത്തൃസന്നിധിയിൽ ഞാൻ മുഖാമുഖമായി കാണുമ്പോൾ മോദമായി ഹല്ലേലൂയ പാടും ഞാൻ. കാണുന്നു ഞാൻ വിശ്വാസത്തിൻ കൺകളാൽ എൻ സ്വർഗീയ ഭവനം. ആകാശഗോളഗണങ്ങൾക്കപ്പുറം സിയോൻ നഗരിയതിൽ. വെറുമൊരു ശ്വാസം മാത്രമാകും ഞാൻ, ഒരു നാൾ മണ്ണോടു മണ്ണായി മറഞ്ഞു പോയിടും. മേഘാരൂഢനായി മാമാണാളൻ വരുമ്പോൾ എന്നെയും ഉയർപ്പിക്കും, എത്തിക്കും എൻ സ്വർഗീയ വീട്ടിൽ.